ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുധീഷ്. അപ്പോൾ ട്രൂ എക്സ്പെൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത് ഡ്രോണിൻ്റെ. അത് നമ്മുടെ ക്യാമറ വിത്ത് ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് സെൻസർ ഇടുന്ന ആമസോണിൽ നിന്ന് വാങ്ങിയതാണിത്. 2000 രൂപയുടെ അടുത്ത് ഇത് വരുന്നുള്ളൂ. ഒരു അത്യാവശ്യം ഒരു ബിഗിനേഴ്സിനൊന്നും പറ്റില്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഡ്രോൺ പറത്താൻ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് സുഖമാണ്. അപ്പോൾ നല്ല ജോയ്സ്റ്റിക്ക് നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ഡ്രോണൊന്ന് പൊങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്ക് വിട്ട് കഴിഞ്ഞാലും കറക്റ്റ് അവിടെ വെക്കും. പിന്നെ നമുക്കൊന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടും, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എങ്ങനെയാണെന്ന് ആലോചിക്കും. മറ്റേ സാധാരണ നമ്മളെ ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് സ്റ്റിക്ക് പൊക്കി കഴിഞ്ഞാലും അത് അതിൻ്റെ ഇതിനനുസരിച്ച് ഒരു ചെറിയ കറക്റ്റ് അത്രയും കൺട്രോൾ ആയിരിക്കണം. ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു ഡ്രോൺ ഉണ്ട്. ആ ഒരു ഡ്രോണൊക്കെ പറത്താൻ കുറച്ച് ചെറിയ റിസ്ക്കാണ്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് പിന്നെ ഇത് നമ്മളെ വേറൊരു പ്രോബ്ലം തന്നെ ഉണ്ട്. ഇത് നമ്മളെ സെൻസറൊക്കെ വർക്കിംഗ് ആണെങ്കിലും ലെഫ്റ്റിലേക്ക് ഒബ്സ്റ്റാക്കിൾ വരുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓട്ടോമാറ്റിക് പോകുന്ന സമയത്ത് റൈറ്റിൽ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ കഴിയാതെ ചെറുങ്ങനൊക്കെ ക്രാഷ് ആവുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഡ്രോൺ പറത്താനും അതേപോലെ തന്നെ ലാൻഡ് ചെയ്യിക്കാനും കറക്റ്റ് അത്രയും സ്റ്റെബിലിറ്റിയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിന് ഡിസ്റ്റൻസ് സെൻസറും പാടുള്ളതൊരു കറക്റ്റ് അത് ലാൻഡിങ്ങിൽ ഇറങ്ങും. നമ്മുടെ ആമസോണിൽ നമുക്ക് ഡ്രോണുകളൊക്കെ സാധാരണ ഡ്രോണിന് അപേക്ഷിച്ച് 4000 5000 ഒക്കെ ഉണ്ട് നമ്മുടെ ഒരു ക്യാമറ എന്നല്ലാതെ. ഈ ഒരു ഡ്രോണിനൊക്കെ നമുക്ക് 2000 2500 3000 റേഞ്ചിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഫോൾഡ്രോൺ എന്ന ഒരു കമ്പനിയാണ് വരുന്നത്. അപ്പോൾ ഇത് കോർലെസ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ കോർലെസ് മോട്ടറിൽ നമുക്ക് കൂടുതൽ ലൈഫ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പെട്ടെന്ന് മോട്ടർ കംപ്ലയിൻ്റ് ആവില്ല. കൂടാതെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു മോട്ടറൊക്കെ അയച്ച് നോക്കുക. നമുക്ക് മോട്ടർ നമുക്ക് ഗിയർ വെച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് കൈമാറുന്നത്. അപ്പോൾ അതിൻ്റെ പിനിയനൊക്കെ ഒരു പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ഇതിൽ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് സെൻസർ വരുന്നത് കൊണ്ട് നമുക്ക് അവോയ്ഡൻസ് സെൻസർ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ നമുക്ക് സെൻസർ വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് അത്ര വർക്കിംഗ് ആവുന്നില്ല. പക്ഷേ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് പുറമേ നിന്നൊക്കെ പെട്ടെന്നുള്ള ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്നൊക്കെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ദൂരെ നിന്ന് നമ്മൾ ഓടിക്കുന്ന സമയത്ത് കുറച്ച് ഒരു 5-6 മീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് മരത്തിൻ്റെ ചില്ലിലൊക്കെ തട്ടാൻ നേരത്ത് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നായിരുന്നു വർക്ക് ചെയ്ത് നോക്കുക. റൂമിൻ്റെ ചുമരുകൾക്ക് സെൻസിങ് കുറവാണ്. അപ്പം ദൂരേക്ക് വെക്കുന്ന വർക്കിംഗ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വരുന്ന വേറെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഇൻ്റലിജൻറ്റ് ഹൈറ്റ് സെൻസർ വരുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഒരു ഹൈറ്റിൽ പറത്തി കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മൾ ലെഫ്റ്റിൽ വരുന്ന ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ പൊങ്ങാനുള്ളത് ലെഫ്റ്റുള്ളതാണ്. നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മേലോട്ട് പൊങ്ങി കഴിഞ്ഞാൽ ആ ഒരു ദിശയിൽ കറക്റ്റ് അവിടെ നിൽക്കും നമ്മൾ ത്രോട്ടിൽ ഒഴിവായി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഡ്രോണൊന്ന് പിടിച്ച് വലിച്ച് താഴോട്ടോ മേലോട്ടോ എങ്ങനെ വലിച്ചാൽ അത് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കും. ചെറിയൊരു എയറിൽ അങ്ങോട്ടും ചെറിയ ഒരു ഡിസ്റ്റൻസൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിൽ ക്യാമറ പറയുന്നത് നമുക്ക് 4K ഒക്കെ പറഞ്ഞെങ്കിലും 4K റെക്കോർഡിംഗ് ഇല്ല, ചെറിയൊരു ക്ലിയറേ ഉള്ളൂ. അത്യാവശ്യം ഒരാളെ കാണാനുള്ള ക്ലിയർ മാത്രമേ ഉള്ളൂ, നല്ല ക്ലാരിറ്റി ഒന്നുമില്ല. പിന്നെ അതുപോലെ ഇത് 800 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ബാറ്ററി തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ USB ചാർജ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇതിലേക്ക് ചാർജ് ചെയ്യാനുള്ള മൊഡ്യൂളും ഇതിലേക്ക് കണക്ട് ചെയ്താണ് നമ്മളെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ ഇത് കണക്ട് ചെയ്താൽ കറക്റ്റ് ചാർജ് ആവുകയും ചെയ്യും. പിന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് കൊണ്ടെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടെടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് എവിടെയും കൊണ്ടുപോകാനൊക്കെ ഒരു ചെറിയതാക്കി കൊണ്ടുപോകാനൊക്കെ സുഖമാണ്. അതേപോലെ തന്നെ ഇത് 360 ഡിഗ്രി ഫ്ലിപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ അത് ഫ്ലിപ്പ് ചെയ്യുന്നത് കാണാൻ കറക്റ്റ് സ്റ്റഡിയിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റഡിയിൽ നിൽക്കും. ഈ ഒരു ബിൽഡ് ക്വാളിറ്റി പാടെ ബോഡിയൊക്കെ നല്ല ബോഡിയാണ്. പക്ഷേ ഈ മോട്ടറിൻ്റെ ഇതിൻ്റെയൊക്കെ ബിൽഡ് ക്വാളിറ്റി പാടെ കുറച്ച് കൂടുതലാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഡ്രോൺ ആയിട്ട് നോക്കാം. പക്ഷേ ഇതിൻ്റെ മോട്ടർ ലൈഫും അതേപോലെ തന്നെ ഈ ഒരു ഗിയർ തന്നെ പെട്ടെന്ന് പോയി പോകുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം നന്നാക്കി കഴിഞ്ഞിട്ടും അത് വീണ്ടും കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഫ്രണ്ടിലേക്ക് മാത്രമേ LED നമുക്ക് ഫ്രണ്ടിലേക്ക് കാണാനുള്ള ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈറ്റിലൊക്കെ പറക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടിലെ LEDയുടെ ഇൻഡിക്കേഷൻ നോക്കിയിടണം. ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ചാർജ് തീരാനായി മനസ്സിലാക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രോൺ കറക്റ്റ് ഇറക്കണം. അതല്ല ഓട്ടോമാറ്റിക് ലാൻഡിങ് ഒന്നുമില്ല. നമ്മുടെ വേറെ ഡ്രോൺ മുമ്പ് പർച്ചേസ് ചെയ്ത ഡ്രോണിൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് ആയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ബ്ലൂവും അതേപോലെ ഗ്രീന് റെഡ് ലൈറ്റ് ഉണ്ട്. അപ്പം ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക സെക്കൻഡ്, അതായത് ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ താഴത്തിറക്കി. അപ്പോൾ നമ്മൾ അല്ലാതെ പറക്കുന്ന സമയം ഫ്രണ്ടിലേക്കുള്ള ലൈറ്റ് ആകുമ്പോൾ അത്ര ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രാഷ് ആവാനുള്ള സാധ്യതയും കൂടെ കൂടുതൽ, അതുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ മാക്സിമം ഒരു ഇത് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു 20 മിനിറ്റ്, അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് 10 മിനിറ്റ് ഫ്ലൈ ചെയ്തതിന് ശേഷം താഴെ ഇറക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡ്രോൺ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു സ്കാൻ ചെയ്ത് നമുക്ക് ഫോണിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് ലൈവായിട്ട് സ്ട്രീമിംഗ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 20 മീറ്റർ 10-15 മീറ്ററിലൊക്കെ നമുക്ക് കറക്റ്റ് സ്ട്രീമിംഗ് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുൾ ചാർജ് ആക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം, റിമോട്ടിൽ ഇത് കൺട്രോൾ ചെയ്യാം. ഇതിൽ നമുക്ക് എക്സ്ട്രാ പ്രൊപ്പല്ലർ വരുന്നുണ്ട്, 2 സെറ്റ് വീതം.
അതായത് ഒരു ലെഫ്റ്റിൻ്റെയും അതായത് ക്ലോക്ക് വൈസിൻ്റെയും ഒരു ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെയും പ്രൊപ്പല്ലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗാർഡ് വരുന്നുണ്ട്. നമുക്ക് സൈഡിലൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊപ്പല്ലറിന് ഇത് മസ്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ പറപ്പിക്കുന്നവർക്ക് ഇത് മസ്റ്റായി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചുമരിലൊക്കെ ഞാനിത് വെച്ചിരുന്നില്ല, അപ്പോൾ ഇത് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ട് നമുക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ തട്ടിയത് കൊണ്ട് ആ മോട്ടർ കറങ്ങാതെ, അതായത് ആ സ്റ്റക്കായിപ്പോയി നമ്മുടെ പ്രൊപ്പല്ലർ സ്റ്റക്കായ സമയത്ത് ആ ഒരു ഗിയർ കറങ്ങിയിട്ട് ആ മോട്ടറിൻ്റെ പവർ കൊണ്ട് ആ ഗിയറിൻ്റെ പല്ല് വരെ കംപ്ലൈൻ്റ് ആയിപ്പോയി നമ്മളത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ഈ ഒരു ഗാർഡ് കണക്ട് ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു USB കേബിളും കൂടെ അവൈലബിൾ ആണ്. ഈ ഒരു USB കേബിൾ നമുക്കിത് അയക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ USB കേബിൾ നമുക്ക് സാധാരണ ഏതെങ്കിലും 5 വോൾട്ട് വരുന്ന ചാർജറിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പവർ ബാങ്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് ചാർജ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻ്റലിജൻറ്റ് ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ BMSൻ്റെ വീഡിയോ വെച്ചതുപോലെ ഒരു BMS ഇതിലും വരുന്നുണ്ട്. ഈ ഒരു BMS വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് ചാർജിങ് നടക്കുന്ന റെഡ് കളർ ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ഇതിലുള്ള ചാർജ് ചെയ്ത് ഈ നമ്മളെ BMS കൺട്രോൾ ചെയ്തിട്ട് ഈ ബാറ്ററി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ബാറ്ററി കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഡ്രോൺ കാണാൻ തന്നെ ഇതിൻ്റെ ഡിസൈൻ തന്നെ പക്ക പെർഫെക്റ്റ് ആണ്. DJI Mavic Miniയുടെ ഒക്കെ അടുത്ത് വരുന്ന ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ അതേപോലെ തന്നെ നമുക്ക് കാണാം. ഇതുപോലത്തെ പ്രൊപ്പല്ലറാണ്. അത്യാവശ്യം വലുപ്പമല്ലെങ്കിൽ അതിൻ്റെ കറക്കത്തിൻ്റെ പവർ കൊണ്ട് നമ്മൾ അത്രയും സ്പീഡ്, അതിന് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ സ്പീഡ് തന്നെയാണ് വരുന്നത്. ഇത്രയും നല്ല ഡ്രോണാണ്. പക്ഷേ നമ്മളെ ഈ ഒരു ഉള്ളിലെ മോട്ടറിൻ്റെ ഇതിനെ അപേക്ഷിച്ച് നമുക്ക് അത്യാവശ്യം നല്ല ഡ്രോണാണിത്. ഇപ്പോൾ നമ്മുടെ ഡ്രോണിന് നമുക്ക് ബാറ്ററി, ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഈ ഒരു ഭാഗം കാണാം, കട്ടിങ്. ഈ ഒരു കട്ടിങ് ഈ ലോക്കിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മളിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലോക്ക് ഇവിടെ കുടുങ്ങിയോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ലോക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ബാറ്ററി വീണാൽ പോലെ ഡ്രോൺ നമ്മൾ താഴെ വെക്കും. പിന്നെ നമ്മൾ ഇവിടെ കാണാൻ ഒരു പവർ ബട്ടൺ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞാൽ അത് ഓണായാൽ നമുക്ക് കാണാം. നമുക്ക് ആകെയുള്ളത് ഇൻഡിക്കേഷൻ വരുന്നത് ഈ 2 ഫ്രണ്ടിലേക്കുള്ളൂ, അതേപോലെ തന്നെ ബാക്കിലെ ബ്ലൂ ആണ് ബ്ലിങ്ക് ചെയ്ത് കഴിയും. പിന്നെ നമുക്ക് വരുന്നത് ഈ റിമോട്ടാണ്. റിമോട്ടിൽ ഈ ഒരു 3 ബാറ്ററി, നമ്മൾ ക്ലോക്കിലൊക്കെ 3 ബാറ്ററി, ഒരു 3 ബാറ്ററി ഇട്ട് ഈ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡി. അപ്പോൾ നമ്മളിത് ഓണാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇത് ഓണാക്കിയാൽ നമുക്ക് ഇവിടെ ഇത് ഓണായി. ഇപ്പോൾ ആ സമയത്ത് റിമോട്ട് ഓണായ സമയത്ത് ഈ ബ്ലിങ്കിങ് ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം ഇതോടെ വർക്കിംഗ് ആയി. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ കറങ്ങുന്നത് കാണാം. ഡ്രോണിപ്പോൾ ഫ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രോട്ടിൽ ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ, അത് മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ത്രോട്ട് ചെയ്താൽ ഡ്രോണ് ഹൈറ്റിൽ പൊങ്ങും. അതേപോലെ തന്നെ ഡ്രോണ് നമുക്ക് ഓഫാക്കാം. ഇത് താഴോട്ട് പിടിച്ചാൽ അത് ഓഫായി. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഒരു പ്രാവശ്യം ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് മോട്ടോർ കൊടുത്ത് കറങ്ങുന്നത് കാണാം. പിന്നെയും ഫ്രണ്ടിലേക്ക് കൊടുത്താൽ നമുക്ക് ഒരു ഹൈറ്റിൽ ഫിക്സ്ഡ് ഹൈറ്റിൽ നിൽക്കും. പിന്നെയും ഒന്നുകൂടി ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നോട് ഹൈറ്റ് പോകും. പിന്നെ നമുക്ക് ഒന്ന് ഓഫാക്കിയിട്ട് കാണിക്കാം. ഓഫാക്കാം. ഈ ഒരു ഡ്രോണ് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫ് നേരത്തെ കംപ്ലൈൻ്റ് ആയതാണ് തട്ടിയിട്ട്. അപ്പോൾ ലീഫില്ല. അപ്പോൾ നമ്മൾ നന്നാക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഡ്രോണിൻ്റെ ഇതിപ്പോൾ കാണാം. നമുക്ക് ഈ ഒരു ത്രോട്ടിൽ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പൊങ്ങി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മൾ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഈ ഡ്രോണിനെ മുന്നോട്ട് നീക്കണമെങ്കിൽ ഈ ഒരു ത്രോട്ടിൽ ഇങ്ങോട്ടാക്കിയാൽ മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇത് ബാക്കോട്ട് പോരും. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ ഡ്രോൺ ഇങ്ങോട്ട് പോകും. അതേപോലെ തന്നെ ഈ ഒരു ത്രോട്ടിൽ ലെഫ്റ്റിലേക്ക് ആയി കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലേക്ക് പോകും. പിന്നെ ഡ്രോണിനെ മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു ത്രോട്ടിൽ ഇത് നമുക്ക് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഈ ഡ്രോൺ മൊത്തത്തിൽ ഇങ്ങോട്ട് കറങ്ങും. ഈ ത്രോട്ടിൽ നമുക്ക് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഡ്രോൺ മൊത്തത്തിൽ ഇങ്ങനെ കറക്കാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഡ്രോണിനെ 360 ഡിഗ്രി ഫ്ലിപ്പ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ PPO ഈ സൗണ്ട് വരികയും ചെയ്യും. നമുക്ക് ഈ ഒരു
ഫ്ലിപ്പ് ചെയ്യേണ്ട ഇങ്ങോട്ടാണെങ്കിൽ ആ ഒച്ച നിൽക്കുന്നത് വരെ നമുക്ക് ഇങ്ങോട്ടാണ് കറക്കുകയാണെങ്കിൽ ഈ ഒരു നമുക്ക് ഇങ്ങോട്ട് കറങ്ങും. അതേപോലെ തന്നെ ഇതൊരു ഫ്ലിപ്പാക്കിയ ശേഷം ഇത് മുന്നോട്ടാക്കിയാൽ മുന്നോട്ട് ഇങ്ങനെ കറങ്ങും. അതേപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഇത് ബാക്കോട്ടാക്കി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കറക്റ്റ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ഒബ്സ്റ്റാക്കിളിൻ്റെ സെൻസർ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് സെൻസർ കാണാം, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സെൻസർ കാണാം, അതേപോലെ തന്നെ ഇവിടെ ഒരു സെൻസർ കാണാം. അങ്ങനെ ഇതും ബാക്കോട്ടും ബാക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒബ്സ്റ്റാക്കിൾ വരികയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോകും. അതാ പറഞ്ഞത് റൂമിൽ നിന്നൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സ്പീഡ് കൂട്ടിയിട്ട് അവിടെ ചുമരിന് തട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറമേ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് വർക്കിംഗ് ആയിരിക്കും. നമുക്കിത് എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോൾഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടെടുക്കാനൊക്കെ ഒരു ഭാഗമാണ്. അത്യാവശ്യം വെയിറ്റ് ഒന്നുമില്ല, 240 ഗ്രാം ആ റേഞ്ചിൻ്റെ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 4K ക്യാമറ എന്ന് പറയുന്നത്. 4K റെസൊല്യൂഷൻ ഒന്നുമില്ല, ചെറിയൊരു ക്ലാരിറ്റി ഒക്കെ ഉള്ളൂ. അതിൻ്റെ ഫൂട്ടേജൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഈ വീഡിയോ ഫ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഡ്രോൺ നമുക്ക് ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കിട്ടുന്നത്. നേരെ പോകുന്ന ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് താഴെ ഒരു ആംഗിളാണ് കിട്ടുന്നത്, ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ താഴെ ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് മാക്സിമം താഴെ ഭാഗം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഞങ്ങൾ പൊങ്ങി കഴിഞ്ഞാൽ ഹൈറ്റിൽ നിന്ന് നമുക്ക് താഴെ ഒരു പാടമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ പാടത്തിൻ്റെ വ്യൂ ഒക്കെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു നമുക്കൊന്ന് ഫ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഫൂട്ടേജൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. നേരെ ആ ഫ്ലൈയിങ് വീഡിയോ ഒക്കെ ഒന്ന് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിമോട്ടും ഓണാക്കിയതിന് ശേഷം ബ്ലിങ്കിങ് സമയത്ത് മുന്നോട്ടുള്ള ത്രോട്ടിൽ ഒന്ന് മുന്നോട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ത്രോട്ടിൽ നമുക്ക് കാണാം ഒരു ലീഫ് അതായത് ഫ്ലൈ ചെയ്യാനുള്ള ലെവലിൽ വരും. പിന്നെ രണ്ടാമത് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ നിന്ന് കാണാം. ഇതുപോലെയാണ് ഫ്ലൈ. പിന്നെ ഇനി ഒന്നുകൂടി ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒരു ഹൈറ്റോട് പൊക്കണമെങ്കിൽ നമുക്ക് പൊക്കാം. പിന്നെ ഈ ലെഫ്റ്റ് റൈറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ഹൈറ്റിൽ നമുക്ക് പൊക്കിയതാണ് ഒന്നുകൂടി ഒന്ന്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ത്രോട്ടിൽ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്ന അതേ ത്രോട്ടിൽ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. അതേപോലെ ബാക്കോട്ട്, അതേപോലെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നതിന് ഫ്ലിപ്പും ചെയ്യിക്കാം. ഈ ഒരു ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യിച്ച് നമുക്ക് ഏകദേശം ഈ തോന്നെ ഫ്ലിപ്പിംഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ചാർജ് കിട്ടുള്ളൂ. ആ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് താഴെക്കണം. നമുക്ക് ഇതിൻ്റെ ഫൂട്ടേജും കൂടെ ഒന്നിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.